ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. വീട്ടിൽ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നെഗറ്റീവ് എനർജി ഒഴിവാക്കി വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതിന് സഹായിക്കുന്ന ചില മാർഗങ്ങൾ ഉണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അത് അശോകമരത്തിന്റെയോ മാവിന്റെയോ കീഴിൽ കൊണ്ടുചെന്ന് വെക്കുക. വിഷ്ണു മന്ത്രം ചൊല്ലി ഈ വെള്ളം മാവിന്റെയോ അശോകമരത്തിന്റെയോ ചുവട്ടിലേക്ക് തെറിപ്പിക്കുക. ഇത് നെഗറ്റീവ് എനർജിയെ പാടെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല, ഇത് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന അവസ്ഥയും നൽകുന്നു. ഒരു ഉരുളിയിൽ ഉപ്പ് ചേർത്ത് വെള്ളമെടുത്ത് വീടിന്റെ പൂമുഖത്ത് വെക്കുക. ഒരു രാത്രി മുഴുവനും ഇത്തരത്തിൽ വെക്കാം. അടുത്ത ദിവസം രാവിലെ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ 3 ദിവസം ചെയ്താൽ അത് നിങ്ങളുടെ വീട്ടിലെ ദുഷ്ടശക്തികളുടെ പ്രവർത്തനത്തെയും നെഗറ്റീവ് എനർജിയെയും ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഐശ്വര്യത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ് ഇതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എല്ലാ വൈകുന്നേരങ്ങളിലും ചാണകത്തോടൊപ്പം കുന്തിരിക്കം വീടിന്റെ കോർണറിൽ വെച്ച് കത്തിക്കാം. ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സഹായിക്കും. 2 കർപ്പൂരവും നെയ്യും വീടിന്റെ പൂമുഖപ്പടിയിൽ വെച്ച് കത്തിക്കാം. ഇത് ജ്യേഷ്ഠാഭഗതിയെ അകറ്റുകയും ശ്രീലക്ഷ്മിയെ കുടിയിരുത്തുകയും ചെയ്യും. വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന ഒന്നാണ് വലംപിരി ശംഖ്. ഇതിനുള്ളിൽ വെള്ളം നിറച്ച് വീടിന്റെ ഓരോ മൂലയിലും തളിക്കാം. ഇത് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും. മാത്രമല്ല, പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. ഉപ്പ് കൊണ്ടും വീട്ടിലെ നെഗറ്റീവ് എനർജിയെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ്. ഇതിനായി അല്പം ഉപ്പെടുത്ത് ഒരു പേപ്പറിൽ വെച്ച് വീടിന്റെ ഓരോ മൂലയ്ക്കും ഇതുകൊണ്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആരോടും മിണ്ടാതെ ഈ ഉപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ കളയുക. ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പാടെ ഇല്ലാതാക്കുന്നു. മരിച്ചവരുടെ ഫോട്ടോ പല വീടുകളിലും പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ടാകും. പലരും പൂജാമുറിയിലും ഇത്തരത്തിൽ മരിച്ചവരുടെ ഫോട്ടോ സ്ഥാപിക്കുന്നു. എന്നാൽ ഇതെല്ലാം കൂടി വീട്ടിൽ നിന്നും കയറി വരുന്ന പൂമുഖത്തായി സ്ഥാപിക്കാം. ഇത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.